അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ആഗോള എണ്ണ വിപണിക്കും വൻ ഭീഷണി ഉയർത്തുന്ന റെഡ് സീ പ്രതിസന്ധിയിൽ നിർണായകമായൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ തുടർച്ചയായ കപ്പൽ ആക്രമണങ്ങൾക്കും നാവിക ഉപരോധത്തിനും തടയിടാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വൻ നാവിക പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ ചേർന്ന ഉന്നതതല സൈനിക യോഗത്തിൽ 43-ലധികം രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും പങ്കെടുത്തപ്പോൾ സൗദി ഉൾപ്പെടെ 14 പ്രമുഖ രാജ്യങ്ങൾ സഖ്യ രൂപീകരണത്തിൽ ഒപ്പുവച്ചു. പെട്ടെന്ന് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഇത്ര വലിയൊരു നാവിക കൂട്ടായ്മയ്ക്ക് മുന്നിട്ടിറങ്ങിയത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ സഖ്യത്തിലുള്ളത്? ആഗോള ക്രൂഡ് ഓയിൽ വിലയെയും വ്യാപാര മേഖലയും ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. സൗദി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് റിയാദിൽ ചേർന്ന അന്താരാഷ്ട്ര സൈനിക കോൺഫറൻസിലാണ് മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് കോവാലിഷൻ രൂപീകരിക്കാൻ തീരുമാനമായത്. സൗദി അറേബ്യ സ്ഥാപക രാജ്യമായി നയിക്കുന്ന ഈ കൂട്ടായ്മയുടെ സ്ഥിരം ആസ്ഥാനം റിയാദിലായിരിക്കും. സൗദിയെ കൂടാതെ തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, ജോർദൻ, യമന്റെ ഔദ്യോഗിക സർക്കാരാണ്, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സൊമാലിയ എന്നീ 13 രാജ്യങ്ങളാണ് പ്രാരംഭ കരാറിൽ ഒപ്പുവെച്ചത്. ബാബൽ മന്ദബ് സ്ട്രീറ്റ്, റെഡ് സീ, ഗൾഫ് ഓഫ് ഏഡൻ എന്നീ സുപ്രധാന ജലപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ ഒരു സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പെട്ടെന്ന് ഇത്രയും രാജ്യങ്ങളെ ഏകോപിപ്പിച്ച ഒരു പ്രതിരോധ സഖ്യം ഉണ്ടാക്കിയത്? അതിനു പിന്നിൽ ഈ ദിവസങ്ങളിൽ നടന്ന കടുത്ത സൈനിക നീക്കങ്ങളാണ്. യമനിലെ ഹൂതി മിലിഷ്യ സൗദി അറേബ്യൻ ടാങ്കറുകൾക്കും ചരക്ക് കപ്പലുകൾക്കും നേരെ റെഡ് സീയിൽ ഉപരോധം പ്രഖ്യാപിക്കുകയും സൗദി ടാങ്കറിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു മറുപടിയായിട്ട് യമനിലെ ഹൊദൈദയിലുള്ള ഹൂതി സൈനിക താവളങ്ങൾക്ക് നേരെ സൗദി അറേബ്യ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഇറാന്റെ പരോക്ഷ പിന്തുണയോടെ ഹോർമുസ് കടലിടുക്കിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിലാണ് സൗദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി റൂട്ടായ ചെങ്കടൽ പാതയും അടയ്ക്കാൻ ഹൂതികൾ ശ്രമിച്ചത്. ഇത് ആഗോള എണ്ണ വിപണിയെ വൻ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്ന അവസ്ഥ വന്നതോടെയാണ് സൗദി പ്രതിരോധ നീക്കം ശക്തമാക്കിയത്. ഈ കൂട്ടായ്മ കേവലം ഒരു ചർച്ചാവേദി മാത്രമല്ല, മറിച്ച് ശക്തമായ സൈനിക ഏകോപന സംവിധാനമാണ്. ജോയിന്റ് മാരിടൈം ഓപ്പറേഷൻ സെന്ററാണ്. അതായത് കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ സംയുക്ത നാവിക പാട്രോളിംഗും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറലും, അതായത് ഇന്റലിജൻസ് ഷെയറിംഗും ഉണ്ടാകും. ഡിഫൻസീവ് സ്വഭാവം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന് എതിരെയല്ലെന്നും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള തികച്ചും സ്വയം പ്രതിരോധ സഖ്യമാണെന്നും സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ രാജ്യങ്ങൾക്കുള്ള പ്രവേശനം നിലവിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചെങ്കിലും ആവശ്യമായ ദേശീയ അനുമതികൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ രാജ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ ഒരു സഖ്യത്തിന്റെ ഭാഗമാകും. ലോകത്തെ ആകെ കടൽമാർഗ വ്യാപാരത്തിന്റെ 12 മുതൽ 15% കടന്നു പോകുന്നത് ബാബൽ മന്ദബ് കടലിടുക്ക് വഴിയാണ്. ഈ പാത അടഞ്ഞാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ സമയം 10 മുതൽ 15 ദിവസം വരെ കൂട്ടുകയും ഇൻഷുറൻസ്, ഇന്ധന ചെലവുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്യും. വിപണിയിൽ താൽക്കാലിക ആശ്വാസം പ്രകടമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഈ സഖ്യത്തിന്റെ വിജയം ഏറെ നിർണായകമാണ്. റെഡ് സീ വീണ്ടും ഒരു വൻകിട ശക്തി പരീക്ഷണ കേന്ദ്രമായിട്ട് മാറുകയാണ്. സൗദിയുടെ നേതൃത്വത്തിലുള്ള ഈ 14 രാജ്യ സഖ്യത്തിന് ഹൂതികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? അതോ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൂടുതൽ സങ്കീർണമാകുമോ? വരും ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.